ഹായ്, വെൽക്കം ബാക്ക് ടു മാജിക് മൂവി എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി 2018 ഇറങ്ങിയ എ ക്വൈറ്റ് പ്ലേസ് എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ടായി പുറത്തിറങ്ങിയ എ ക്വൈറ്റ് പ്ലേസ് 2 എന്ന മൂവിയുടെ സ്റ്റോറിയാണ്. ഇനി സ്റ്റോറി കേട്ടാലോ? മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നല്ല വൃത്തിയായി കിടക്കുന്ന ഒരു റോഡാണ്. അവിടെ സിഗ്നൽ ലൈറ്റ് കത്തുമ്പോൾ അവിടെ ഒരാൾ കാർ പാർക്ക് ചെയ്യുന്നുണ്ട്. ആ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ലീ ആയിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഡേ 1 എന്നായിരുന്നു. ഒരു അപ്പൂപ്പൻ സൂപ്പർ മാർക്കറ്റിനകത്ത് ടിവിയിൽ ന്യൂസ് കാണുന്നുണ്ട്. ആ സമയം ലീയും ആ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നുണ്ടായിരുന്നു. ലീ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കവറിൽ പാക്ക് ചെയ്യുന്നുണ്ട്. തനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ബിൽ കൗണ്ടറിൽ വരുമ്പോൾ അവിടെയുള്ളവർ ആ ന്യൂസിനെ കുറിച്ചുള്ള സംസാരത്തിലായിരുന്നു. ബിൽ പേയ്മെന്റ് കഴിഞ്ഞ് ലീ നേരെ പുറത്തിറങ്ങി. ലീ നേരെ പോയത് തന്റെ മകൻ മാർക്സിന്റെ മാച്ച് കാണാനായി ഗ്രൗണ്ടിലായിരുന്നു. അവിടെ എവലിനും റീഗനും ബ്യൂവും ഉണ്ടായിരുന്നു. റീഗൻ ഇരിക്കുന്നതിന്റെ അടുത്തായി ലീയുടെ ഫ്രണ്ട് എമറ്റും അയാളുടെ കുഞ്ഞും ഉണ്ടായിരുന്നു. ആ സമയം എവലിൻ ബ്യൂവിനെ കളിപ്പിക്കുകയായിരുന്നു. ലീ താൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്ത് കട്ട് ചെയ്യാൻ നേരം റീഗൻ പറയും, വേണ്ട, ഞാൻ കട്ട് ചെയ്യാം. റീഗൻ അയാളുടെ കയ്യിൽ നിന്നത് നിർബന്ധിച്ച് മേടിക്കും. ബ്യൂ ഓടിപ്പോയി മാർക്സിന് ഒരു ചോക്ലേറ്റ് കൊടുക്കും. അത് മേടിച്ച് മാർക്സ് കഴിക്കും. കഴിച്ചിട്ട് അവൻ അമ്മയെ നോക്കും. അമ്മ അവിടെ നിന്ന് അവനെ സപ്പോർട്ട് ചെയ്യും. മാർക്സ് കളിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ബോൾ പോലും അവന് കൊള്ളിക്കാൻ പറ്റുന്നില്ല. അവൻ ആകെ പേടിച്ചു നോക്കും. ആ സമയം ലീയുടെ ഫ്രണ്ട് എമിറ്റിന്റെ കയ്യിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അതിൽ പെട്ടെന്ന് സിഗ്നൽ പോവും. വീണ്ടും ബോൾ എറിയുന്നുണ്ട്. പക്ഷെ മാർക്സിന് ഒന്നുപോലും ബാറ്റിൽ കൊള്ളിക്കാൻ സാധിക്കുന്നില്ല. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു നായ കുരയ്ക്കാൻ തുടങ്ങി. മാർക്സ് ബാറ്റുമായി നിൽക്കുമ്പോൾ ആകാശത്ത് എന്തോ ചുമന്ന കളറിൽ കാണുന്നുണ്ട്. അവൻ അതിൽ ശ്രദ്ധിക്കും. ആ സമയം അവിടെ ഉള്ളവരെല്ലാരും ശ്രദ്ധിക്കാൻ തുടങ്ങി. ലീയും എവലിനും എല്ലാവരും അത് കാണുന്നുണ്ടായിരുന്നു. അന്തരീക്ഷമാകെ വല്ലാത്തൊരു കളർ ചേഞ്ചിങ് വരുന്നുണ്ടായിരുന്നു. ആകാശത്ത് ഒരു തീഗോളം പോലെ എന്തോ കാണുന്നുണ്ട്. എല്ലാരും അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ലീയും അവരെ എല്ലാം കൂട്ടി അവിടെ നിന്ന് പോകാനായി ഇറങ്ങി. റീഗൻ പറയും, അവൾ ലീയുടെ കാറിൽ പോവാം. മാർക്സും ബ്യൂവും എവലിന്റെ കാറിലും വരും. ലീയും റീഗനും നടക്കുമ്പോൾ അവിടുത്തെ നായ കുരയ്ക്കുന്നുണ്ട്. അവർ കുറെ മുന്നോട്ട് നടന്നു. അവന്റെ കാർ അവിടെ നിന്ന് കുറച്ചു മാറിയായിരുന്നു ഇട്ടിരുന്നത്. ലീയും റീഗനും നേരെ തന്റെ കാറിൽ വന്ന് കയറും. ആ സമയം ബാക്കിൽ ഒരു പോലീസ് വണ്ടി വരും. ആ സമയം എന്താ കാര്യമെന്നറിയാനായി ലീ ആ കാറിൽ നിന്നിറങ്ങി പോലീസുകാരന്റെ അടുത്തേക്ക് ചെല്ലും. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ജീവി നേരെ വന്ന് ആ പോലീസുകാരനെയും പിടിച്ചു നേരെ ആ പോലീസുകാരന്റെ വണ്ടിയുടെ പുറത്തേക്ക് മറിയും. ഇത് കണ്ടലി അവിടെ നിന്ന് നേരെ ഓടിപ്പോയി തന്റെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കാർ സ്റ്റാർട്ട് ആവുന്നില്ല. അതേസമയം എവലിൻ കുട്ടികളെ കൊണ്ട് വണ്ടി എടുത്ത് മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. എവലിന്റെ മുന്നിലുണ്ടായിരുന്ന കാറിലേക്ക് ഈ ജീവി വന്ന് വീഴുന്നുണ്ട്. അത് കാണുന്ന അവൾ കാറും വെട്ടിത്തിരിച്ച് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കും. അവർ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരുന്നു മാർക്സ് തന്റെ അച്ഛന്റെ കാറ് കാണുന്നത്. അവൻ വിളിച്ചു പറയും, അച്ഛന്റെ കാറുണ്ട്, വണ്ടി നിർത്താനായി. അവൾ നേരെ തിരിയുമ്പോൾ അവളുടെ നേരെ ഒരു ബസ് വരുന്നുണ്ടായിരുന്നു. അവൾ ബാക്കിലോട്ട് എടുക്കും. തന്റെ അമ്മയുടെ കാറിലോട്ടാണ് ആ ബസ് വന്ന് ഇടിച്ചതെന്ന് പേടിച്ച് റീഗൻ ആ കാറിൽ നിന്ന് ഇറങ്ങി ഓടും. ലീ അവളുടെ ബാക്കേ ഓടിപ്പോയി അവളെ പിടിക്കും. അതേസമയം അവളുടെ ഫ്രണ്ടിൽ ഒരു ജീവി വന്ന് ഒരാളെ പിടിക്കുന്നുണ്ടായിരുന്നു. ലീ റീഗനെ കൊണ്ട് അവിടെ നിന്ന് ഓടി അടുത്തുണ്ടായിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അകത്ത് കയറും. അവിടെ ഒരു സ്റ്റാൻഡിനടിയിൽ അവർ കയറി ഒളിച്ചിരിക്കും. ലീ ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും ഒളിച്ചിരിപ്പുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കരയുന്നുണ്ടായിരുന്നു. ആ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ആ അപ്പൂപ്പൻ അവിടെ അടിയിൽ പാത്തിരുന്ന് നന്നായി വിഷമിച്ച് കരയുന്നുണ്ടായിരുന്നു. അവർ നോക്കുമ്പോൾ ആ ജീവി അതിനകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും പേടിച്ചു മിണ്ടാതിരുന്നു. പെട്ടെന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആരുടെയോ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അതേസമയം ആ ജീവി ഗ്ലാസും പൊട്ടിച്ചിട്ട് അകത്തേക്ക് കയറി. ലീ റീഗനെ വിളിച്ച് അവിടെ നിന്ന് ഓടി പുറത്തിറങ്ങി. അവർ പുറത്തേക്ക് ഓടി വരുന്നത് മറഞ്ഞിരുന്ന ഒരു കാറിന്റെ ബാക്കിൽ നിന്ന് മാർക്സ് കാണുന്നുണ്ടായിരുന്നു. അവൻ എവലിനോട് പറയും, അച്ഛൻ വരുന്നുണ്ട്. അവരുടെ ബാക്ക് ആ ജീവിയും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പോലീസുകാരൻ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ആ ജീവിയെ വെടിവെക്കാനായി പോകുമ്പോൾ ആ ജീവി അയാളെ വന്ന് പിടിക്കും. അടുത്ത സീൻ കാണിക്കുന്നത് ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞെടുത്ത് നിന്നായിരുന്നു. മാർക്സിന്റെ കയ്യിലിരുന്ന് ആ കുഞ്ഞു കുട്ടി കരയുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഡേ 474. എവലിൻ തന്റെ ഒരു കയ്യിൽ തോക്കും ഒരു കയ്യിൽ കൈക്കുഞ്ഞുമായി പുറത്തിറങ്ങി. കൂടെ മാർക്സും റീഗനും ഉണ്ടായിരുന്നു. അവൾ പുറത്തിറങ്ങി മുന്നോട്ട് നടന്നു വരുമ്പോൾ ലീ തന്റെ കൈക്കുഞ്ഞിനായി കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഷെഡ് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. എവലിൻ കുട്ടികളോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് എവലിൻ അകത്തേക്ക് കയറും. റീഗൻ ആ സമയം പോകുന്നത് തന്റെ അച്ഛന്റെ ആ ഗോഡൌണിലേക്കായിരുന്നു. അതേസമയം എവലിൻ ആ ഷെഡിന്റെ താഴെ ഇറങ്ങുമ്പോൾ അവിടെ നിറച്ചും വെള്ളമായിരുന്നു. ലീ കുഞ്ഞിനായി ഉണ്ടാക്കി വെച്ചിരുന്ന ആ ബോക്സ് എവലിൻ കാണും. എവലിൻ വെള്ളത്തിലൂടെ പതുക്കെ മുന്നോട്ട് നടന്ന് കൈക്കുഞ്ഞിനെ ആ ബോക്സിൽ വയ്ക്കും. റീഗൻ ആ സമയം അവളുടെ അച്ഛന്റെ സ്പീക്കറും മൈക്കും റേഡിയോയും എല്ലാം എടുക്കും. ആ സമയം എവലിൻ ഓക്സിജൻ അവിടെ ഫുള്ളും നോക്കും. അവിടെ ഒന്നും കാണുന്നില്ല. എവലിൻ വെള്ളത്തിലൂടെ കുറെ സമയം നോക്കുമ്പോൾ ആ ഓക്സിജൻ അവളുടെ കയ്യിൽ കിട്ടും. റീഗൻ തന്റെ അച്ഛൻ തയ്യാറാക്കി വെച്ചിരുന്ന മാപ്പ് എല്ലാം നോക്കും.
അതിൽ അയാൾ എല്ലാം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. റീഗൻ ആ മാപ്പും എടുത്ത് ചോളപ്പാടത്തിനടുത്തുള്ള ആ ടവറിൽ വന്നിരുന്ന് ആ മാപ്പിലുള്ള സ്ഥലങ്ങളെല്ലാം അടയാളപ്പെടുത്തും. അവിടെ നിന്ന് റീഗന് ലീയുടെ വാച്ച് കിട്ടും. അത് കാണുമ്പോൾ അവൾക്ക് നല്ല സങ്കടമാവും. അത് കഴിഞ്ഞ് അവർ 3 പേരും അവിടെ നിന്ന് പതുക്കെ നടന്ന് മുന്നോട്ട് നീങ്ങും. അവർ ആ വെള്ളമണ്ണിൽ ചവിട്ടി കാട്ടിൽ നിന്ന് ഏറെ ദൂരം മുന്നോട്ട് വരും. മുന്നേ ലീ അവർക്ക് വന്നു പോവേണ്ട സ്ഥലങ്ങളിൽ മാത്രം വെള്ളമണൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വെള്ളമണൽ പാതയുടെ എൻഡിലായിരുന്നു അവരെത്തിയത്. അവർ അവിടെ പകച്ചു നിൽക്കും. കാരണം അവിടെ ഫുള്ളും കരയിലായിരുന്നു. റീഗൻ കയ്യിലുള്ള മാപ്പ് നോക്കിയിട്ട് എവലിനോട് കാണിക്കും മുന്നോട്ടാണ് പോകേണ്ടത്. എവലിൻ സൗണ്ട് ഉണ്ടാക്കാതെ കരയിലിൽ പതുക്കെ ചവിട്ടി മുന്നോട്ട് നടക്കും. അവർ ഓരോരുത്തരായി പതുക്കെ പതുക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അവർ ഏറെ ദൂരെ നടന്നു ഒരു റെയിൽവേ പാളത്തിലെത്തി. അവർ 3 പേരും ആ റെയിൽവേ പാളത്തിന്റെ തണലിലൂടെ നടക്കാൻ തുടങ്ങി. കുഞ്ഞിനെ വെക്കാനുള്ള ബോക്സും അതിനകത്ത് ഓക്സിജനും പിടിച്ച് എവലിനും റീഗനും മുന്നോട്ട് നടന്നു. മാക്സിന്റെ കയ്യിലും ഒരു ബാഗ് ഉണ്ടായിരുന്നു. അവിടെയെല്ലാം കുറെ പൊളിഞ്ഞ ട്രെയിനുകൾ മാത്രം ഉണ്ടായിരുന്നു. അവർ എത്തിച്ചേർന്നത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ മുള്ളുവേലിക്കടുത്തായിരുന്നു. എവലിൻ പതുക്കെ ആ മുള്ളുവേലികൾക്ക് നിന്ന് അപ്പുറത്തേക്ക് ഇറങ്ങാനായി ശ്രമിച്ചു. എവലിന്റെ ബാഗും മുള്ളുവേലിയിൽ കുരുങ്ങും. ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. എവലിൻ പതുക്കെ മുന്നോട്ട് നടക്കും. പുറകിൽ മാക്സും റീഗനും ഉണ്ടായിരുന്നു. എവലിൻ മുന്നോട്ട് നടക്കുന്ന സമയത്ത് അവിടെ ഒരു കമ്പി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അറിയാതെ അതിൽ തട്ടും. ആ ട്രാപ്പിൽ തട്ടുന്ന സമയം മുകളിൽ ആരോ കുപ്പികൾ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ താഴോട്ട് വരും. ഈ കുപ്പികൾ താഴെ വന്നതിനാൽ അവിടെ വലിയ ഒച്ച കേൾക്കും. അവർ 3 പേരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. അതേസമയം കുഞ്ഞും കരയാൻ തുടങ്ങി. അവർ 3 പേരും പേടിച്ച് ഓടുകയായിരുന്നു. ആ സമയം മറഞ്ഞു നിന്ന ആരോ സ്നൈപ്പറിൽ കൂടി ഇവരെ നോക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ അവർ പേടിച്ച് ഓടിക്കൊണ്ടേയിരുന്നു. ഓടുന്നതിനിടയിൽ മാക്സ് ഏതോ ഒരു ട്രാപ്പിൽ കാലുവെക്കും. അത് മാക്സിന്റെ കാലിൽ ലോക്കാവും. മാക്സ് ആ സമയം നിലവിളിച്ച് കരയാൻ തുടങ്ങും. എവലിൻ ആ സമയം മാക്സിന്റെ വായ പൊത്തിപ്പിടിക്കും. പക്ഷെ അവൻ ആ വേദന സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവൻ നിലവിളിച്ചുകൊണ്ടേയിരിക്കും. അമ്മയുടെ വിഷമം കാണുമ്പോൾ അവൻ ആ വേദന സഹിച്ച് വിളി നിർത്തും. ആ സമയം ആ കൈക്കുഞ്ഞ് കരയാൻ തുടങ്ങി. ഇതെല്ലാം ആരോ മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. റീഗൻ ആ സമയം ആ കുഞ്ഞിനെ എടുത്ത് ബോക്സിലാക്കും. ആ കുഞ്ഞിന് ഓക്സിജനും വെച്ച് കൊടുത്ത് ആ ബോക്സ് അടയ്ക്കും. എവലിൻ മാക്സിന്റെ കാലിൽ പറ്റി ആ ട്രാപ്പ് അഴിച്ചു മാറ്റി കൊടുക്കും. ആ സമയം അവൻ നിലവിളിക്കും. എവലിൻ അവനെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തും. അതേസമയം അവർ ആ ജീവിയുടെ ശബ്ദം കേൾക്കും. റീഗൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഇയർഫോൺ എടുത്ത് ആ മൈക്ക് ഓണാക്കി അതിൽ സൗണ്ട് കേൾപ്പിക്കും. ഇത് കേൾക്കുന്ന ജീവിക്ക് ഭയങ്കരമായി ബുദ്ധിമുട്ട് വരും. അതിന് മുന്നോട്ട് വരാൻ കഴിയാതെ അവിടെ നിൽക്കും. ആ സമയം എവലിൻ തന്റെ തോക്കെടുത്ത് ആ ജീവിയെ വെടിവെച്ച് കൊല്ലും. ഇതെല്ലാം മാറി നിന്ന് ഒരാൾ കാണുന്നുണ്ടായിരുന്നു. റീഗൻ മാക്സിനെ എണീപ്പിച്ച് അവനെയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഓടും. എവലിൻ കുഞ്ഞുള്ള ആ ബോക്സും എടുത്തായിരുന്നു ഓടുന്നത്. അവർ ഓടിക്കയറുന്നത് അതിനടുത്തുള്ള ഒരു പഴയ ബിൽഡിങ്ങിലായിരുന്നു. റീഗൻ മാക്സിനെയും കൊണ്ട് മുന്നോട്ട് ഓടുന്ന സമയം ഒരാൾ വന്ന് അവരെ പെട്ടെന്ന് പിടിച്ച് അകത്തോട്ട് മാറ്റുന്നുണ്ടായിരുന്നു. മാസ്ക് ധരിച്ച ഒരാൾ വന്ന് എവലിന്റെ വായ പൊത്തിപ്പിടിക്കും. അയാൾ എവലിനോട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിക്കും. ആ സമയം അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ജീവി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അയാൾ മാക്സിനെയും തോളിലിട്ട് അവിടെ നിന്ന് ഓടും. ഇവർ 2 പേരും അയാളുടെ ബേക്കേ ഓടും. അവർ ഏറെ ഓടുന്നുണ്ടെങ്കിലും ആ ജീവി അവരുടെ ബേക്കേ ഉണ്ടായിരുന്നു. അയാൾ മാക്സിനെയും കൊണ്ട് ഓടി ഒരു വലിയ പൈപ്പിനകത്തെടുത്ത് ചാടും. ഇതും കണ്ട് പുറകെ വരുന്ന റീഗൻ അവളും എടുത്ത് ആ പൈപ്പിനകത്ത് ചാടും. അവിടെ വീഴുന്ന റീഗനെയും വിളിച്ച് അയാൾ നേരെ പോകുന്നത് ഒരു ബങ്കറിനടുത്തായിരുന്നു. അത് തുറക്കുമ്പോൾ അതിനകത്ത് മാക്സിനെ അയാൾ ഇരുത്തിയിട്ടുണ്ട്. റീഗനെയും അയാൾ അതിനകത്ത് കയറ്റും. അതിനകം ഫുള്ളും ഇരുട്ടായിരുന്നു. ആ സമയം അവിടെ എവലിനും എത്തും. അയാളും ഓടി അതിനകത്ത് കയറി ആ ബങ്കർ അടയ്ക്കും. ആ ബങ്കർ അടയ്ക്കുന്ന സമയത്ത് പുറത്തൊരു തുണി ഇട്ടിട്ടുണ്ട്. അതിൽ ലോക്ക് വീഴുമ്പോൾ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റും. അയാൾ വാച്ചിൽ എന്തോ സെറ്റ് ചെയ്തിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ കത്തിക്കും. അതിനുശേഷം അയാൾ അവരോട് പറയും, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ ആവശ്യത്തിന് വെള്ളമോ ആഹാരമോ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം. അയാളുടെ സംസാരം കേൾക്കുമ്പോൾ എവലിന് സംശയം തോന്നും. അവൾ അയാളെ സൂക്ഷിച്ചു നോക്കി എമിറ്റ് എന്ന് വിളിക്കും. പക്ഷെ അയാൾ ഒന്നും മിണ്ടുകയില്ല. എവലിൻ തന്റെ കുഞ്ഞിനെ വച്ചിട്ടുണ്ടായിരുന്ന ആ ബോക്സ് തുറന്ന് അയാളെ കാണിക്കും. ആ സമയം അയാൾ പതുക്കെ മാസ്ക് ഊരും. എവലിൻ അയാളോട് പ്ലീസ് എന്ന് പറയും. ആ സമയം അയാൾ അവിടെ സെറ്റ് ചെയ്തിരുന്ന വാച്ചിൽ നിന്ന് അലാം അടിക്കും. അയാൾ ലീയുടെ ഫ്രണ്ട് എമിറ്റ് ആയിരുന്നു. അയാൾ ആ ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങി ഒരു സ്പിരിറ്റിന്റെ കുപ്പി എടുത്തുകൊണ്ടുവന്ന് എവലിന്റെ കയ്യിൽ കൊടുക്കും. മാക്സിന്റെ കാലിൽ മുറിവ് പറ്റിയിടം വൃത്തിയാക്കാനായിരുന്നു. സ്പിരിറ്റ് മാക്സിന്റെ കാലിൽ ഒഴിക്കുന്ന സമയം മാക്സ് നിലവിളിച്ച് കരയാൻ തുടങ്ങും. ബങ്കറിനകത്തു നിന്നുള്ള സൗണ്ട് പുറത്ത് കേൾക്കില്ലായിരുന്നു. റീഗൻ നോക്കുമ്പോൾ ടേബിളിന്റെ പുറത്തൊരു ഫോട്ടോ കാണുന്നു. അവൾ അതിനെ എടുക്കും. ആ സമയം അയാൾ വന്ന് അത് വാങ്ങി അയാളുടെ പോക്കറ്റിൽ മടക്കി വെക്കും. മാക്സ് വേദന കൊണ്ട് കിടക്കുമ്പോൾ റീഗൻ അവന് ഹെഡ്ഫോൺ വെച്ച് കൊടുക്കും. ആ സമയം എവലിൻ എമറ്റിനോട് ചോദിക്കും അയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കുറിച്ച്. അയാൾ പറയും, അന്ന് അവിടെ വെച്ച് അയാളുടെ മകനെ അയാൾക്ക് നഷ്ടപ്പെട്ടു. എന്റെ ഭാര്യയും മകളും കുറച്ചു ദിവസം മുന്നേ മരിച്ചു. എമറ്റിനോട് എവലിൻ ചോദിക്കും, ലീ ടവറിന്റെ മുകളിൽ തീയിടുന്ന സമയം നീ അത് കാണുന്നില്ലായിരുന്നോ?
എമിറ്റ് പറയും അത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എവലിൻ ചോദിക്കും പിന്നെ എന്താ നിങ്ങൾ അങ്ങോട്ട് വരാത്തത്? എമിറ്റ് പറയും എന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം എന്റെ മുന്നിൽ വെച്ചായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടത്. ഇനി നിങ്ങൾക്കും ആ ഗതി വരണ്ട എന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്. റീഗൻ മാർക്സിന്റെ ചെവിയിൽ ഹെഡ്ഫോൺ വെച്ചത് റേഡിയോയുമായി കണക്ട് ചെയ്തായിരുന്നു. ആ സമയം റേഡിയോയിൽ സിഗ്നൽ വന്ന് പാട്ട് കേൾക്കാൻ തുടങ്ങി. അത് കേൾക്കുന്ന എവലിൻ ഓടി മാർക്സിന്റെ അടുത്ത് പോവും. അവന്റെ ചെവിയിൽ നിന്നും ആ ഹെഡ്സെറ്റ് ഊരി അവളുടെ ചെവിയിൽ വെക്കും. അവൾ ആ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കുന്ന എവലിനും കുട്ടികൾക്കും ഭയങ്കര സന്തോഷമാവുന്നു. ഇത്രയും നാളായിട്ട് അവർക്ക് റേഡിയോ സിഗ്നൽ കിട്ടിയിട്ടില്ലായിരുന്നു. എവലിൻ പറയും ഈ പാട്ട് കേൾക്കുന്നിടത്ത് ആളുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകണം. എമിറ്റ് പറയും കുറച്ച് നാളുകളെ ഈ പാട്ട് മാത്രമാണ് റിപ്പീറ്റ് ചെയ്ത് ഇവിടെ കേൾക്കുന്നത്. ഏതെങ്കിലും മെഷീൻ ഓണായി കിടക്കുകയായിരിക്കും. അവിടെ ഉള്ളവരെല്ലാരും മരിച്ചു കാണും. അതിനാലാണ് ഈ പാട്ട് റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. റീഗൻ ആ സമയം അമ്മയോട് ചോദിക്കും അയാൾ എന്താ പറയുന്നതെന്ന്. എവലിൻ റീഗന്റെ സൈൻ ലാംഗ്വേജിൽ അവൾക്ക് പറഞ്ഞു കൊടുക്കും. ആ സമയം റീഗൻ ബഹളം വെക്കാൻ തുടങ്ങും. ഇവിടെ നിന്ന് പോയേ പറ്റുകയുള്ളൂ. റീഗൻ കാണിക്കുന്നതെന്ന് എമറ്റിന് മനസ്സിലായില്ല. അയാൾ എവലിനോട് ചോദിക്കും അവൾ എന്താ പറയുന്നതെന്ന്. എവലിൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കും. ആ സമയം അയാൾ പറയും നമ്മൾ ഇവിടെ നിന്ന് അവിടെ എത്താൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവൻ അപകടത്തിലാവും. അവിടെ എത്തുന്നതിന് മുന്നേ നമ്മൾ മരണപ്പെടും. അതിനാൽ അതിന് ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് കേൾക്കുന്ന റീഗന് ദേഷ്യം വന്ന് അവൾ ബഹളം വെക്കും. അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ റീഗൻ മാക്സിനെ വിളിച്ചുണർത്തി ആ ബങ്കറിനകത്ത് കൊണ്ടുപോകും. റീഗൻ മാക്സിനോട് പറയും റേഡിയോയിൽ വന്നത് സിഗ്നലാണ്, ഇവിടെ അടുത്ത് റേഡിയോ സ്റ്റേഷൻ ഉണ്ട്. റീഗൻ മാക്സിനോട് പറയും തന്റെ ഇയർഫോൺ ഊരി ആ റേഡിയോ സ്റ്റേഷനിലെ മൈക്കിൽ വെച്ചാൽ ആ ജീവികളെല്ലാം പൊക്കോളും. അതിനുശേഷം അവിടെ ഒരു ബുക്ക് തുറന്ന് അവനെ കാണിക്കും. അവളുടെ അച്ഛൻ അടയാളപ്പെടുത്തിയിരുന്നതായിരുന്നു. അതിൽ ഈ റേഡിയോ സിഗ്നൽ ഉള്ള സ്ഥലത്തിനെ കുറിച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൾ മാപ്പും തുറന്ന് കാണിച്ച് അവളുടെ അച്ഛൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണിക്കും. റീഗൻ അവനോട് പറയും നമുക്ക് ഇവിടെ നിന്ന് പോയി രക്ഷപ്പെടണം. മാർക്സ് റീഗനെ വഴക്കു പറയും. അവിടെ വലിയൊരു നദിയുണ്ട്, നമുക്ക് അവിടം വരെ എത്താൻ പോലും കഴിയുകയില്ല. ഇതും പറഞ്ഞ റീഗനെ മാർക്സ് വഴക്കു പറയും. അവൻ അവിടെ ദേഷ്യത്തിലിരിക്കും. അവൾ അതിനകത്ത് നിന്ന് പുറത്തിറങ്ങും. പിറ്റേന്ന് രാവിലെ മാർക്സ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ റേഡിയോയിൽ ഒരു പേപ്പറിൽ എന്തോ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതെടുത്ത് നോക്കും. എപ്പോഴും ഇത് കേട്ടിരിക്കുക എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. റീഗൻ അവിടെ നിന്നിറങ്ങി റേഡിയോ സിഗ്നൽ കേട്ട സ്ഥലത്ത് എത്താനായിരുന്നു അവളുടെ യാത്ര. എവലിൻ ഈ പേപ്പർ കൊണ്ടുവന്ന് എമറ്റിന്റെ കയ്യിൽ കൊടുക്കും. എവലിൻ അയാളോട് തൊഴുതു പറയും എങ്ങനെയെങ്കിലും തന്റെ മകളെ രക്ഷിക്കണം. അയാൾ ആദ്യമൊക്കെ അവളെ സമാധാനപ്പെടുത്തിയെങ്കിലും അവസാനം എമലിന്റെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ സമ്മതിക്കുന്നു. ആ സമയം റീഗൻ ആ കാട്ടിലൂടെ നടന്ന് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം തകർന്ന ഒരു റെയിൽവേ സ്റ്റേഷനും പൊട്ടിയ സാധനങ്ങളും ചെരുപ്പുകളും എല്ലാം അവൾ കാണുന്നുണ്ടായിരുന്നു. അവൾ ആ മാപ്പ് നോക്കിയായിരുന്നു നടക്കുന്നത്. അവൾ ആ സമയം ഒരു നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ കണ്ടു. അവൾ പതുക്കെ സൗണ്ട് ഉണ്ടാക്കാതെ ആ ട്രെയിനിനകത്ത് കയറും. അവൾ മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ആരൊക്കെയോ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. അവൾ അങ്ങനെ ചെന്നെത്തുന്ന ആ ട്രെയിനിന്റെ ഒരു സൈഡ് ഫുള്ളും പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ ജീവി അവിടെ ട്രെയിനുകളെല്ലാം പൊട്ടിച്ചിട്ടിരിക്കുന്നതും അവൾ കണ്ടു. റീഗൻ അവിടെ നിന്ന് നടന്നു വാഷ്റൂമിന്റെ ഫ്രണ്ടിൽ വരും. അവിടെ തന്റെ ബാഗും തോക്കും റേഡിയോയും എല്ലാം വെച്ച് അവൾ അതിന്റെ ഉള്ളിൽ കിടക്കും. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് അവൾ കയ്യെത്തി എടുക്കാനായി ശ്രമിക്കും. അതേസമയം മരിച്ച ആളുടെ ബോഡി റീഗന്റെ കയ്യിൽ തട്ടി താഴെ വീഴും. സൗണ്ട് കേട്ട് ജീവി അങ്ങോട്ട് വരുന്നത് റീഗൻ കാണും. ആ സമയം അവൾ തന്റെ ഇയർഫോൺ എടുത്ത് ആ റേഡിയോയിൽ കണക്ട് ചെയ്ത് സ്പീക്കർ ഓണാക്കും. ഈ സൗണ്ട് കേട്ട് ആ ജീവി നന്നായി ബുദ്ധിമുട്ടി. ഒരു കയ്യിൽ സ്പീക്കറും വെച്ച് മറുകൈയിൽ അവൾ തോക്കെടുത്ത് ആ ജീവിയെ വെടിവെക്കാൻ ശ്രമിക്കും. പക്ഷെ ആ ജീവിക്ക് ആ വെടി കൊള്ളത്തില്ല. ആ സമയം ആ ജീവി അവളുടെ അടുത്തേക്ക് വരും. അവളെ കൊല്ലാനായി അത് ചാടി പിടിക്കുമ്പോൾ അതിനെ ബാക്കിൽ നിന്ന് ആരോ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അത് എമിറ്റ് ആയിരുന്നു. അയാൾ അവളെയും വിളിച്ചുകൊണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഓടും. അടുത്തുണ്ടായിരുന്ന ഒരു ഷോപ്പിനകത്ത് അവർ കയറി ഒളിച്ചിരിക്കും. എമിറ്റ് റീഗനോട് തിരിച്ചു വരാനായി പറയും. അവൾ സമ്മതിക്കില്ല. അവൾക്ക് റേഡിയോ സിഗ്നൽ കിട്ടിയ സ്ഥലത്തും എത്തിയേ പറ്റൂ എന്നവൾ പറയും. അയാൾ എവലിൻ അവിടെ കാത്തിരിക്കുന്ന കാര്യം അവളോട് പറയും. റീഗൻ പറയും സിഗ്നൽ കിട്ടിയെടുത്ത് പോയാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. റീഗൻ എമിറ്റിനോട് പറയും നിങ്ങളും എന്റെ കൂടെ വരണം. അയാൾ സമ്മതിക്കുകയില്ല. അവൾ നിർബന്ധിക്കും അയാളെ. ഈ സമയം എവലിൻ തന്റെ കുഞ്ഞിനെ ഉറക്കി ആ ബോക്സിൽ കൊണ്ട് കിടത്തും. അവൾ ആ ബോക്സിനടുത്ത് ഓക്സിജൻ നോക്കുമ്പോൾ അതിന്റെ അളവ് കുറഞ്ഞിരിക്കുന്നു. റീഗൻ നിലത്ത് കിടന്നുറങ്ങി. അവൾ ഉണർന്നു നോക്കുമ്പോൾ അവളുടെ ഇയർബഡ്സോ ബാഗോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ പുറത്തിറങ്ങി എമിറ്റിനെ നോക്കും. അവിടെ എങ്ങും അയാളെ കണ്ടില്ല. അവൾ നിലത്തിരുന്ന് കരയാൻ തുടങ്ങും. ആ സമയം ഇതെല്ലാം കൊണ്ട് അയാൾ അവളുടെ അടുത്തേക്ക് വരും. അയാൾ അവളോട് പറയും ആ സിഗ്നൽ കേട്ടെടുത്ത് നിന്റെ കൂടെ ഞാനും വരാം. ആ സമയം എവലിൻ കുഞ്ഞിന്റെ ഓക്സിജൻ തീർന്നതിനാൽ അതെടുക്കാനായി ആ ബങ്കറിൽ നിന്നും പതുക്കെ പുറത്തിറങ്ങി അവൾ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ആ ബങ്കർ വീണ്ടും തുറക്കുന്ന സൗണ്ട് കേട്ട് അവൾ തിരിഞ്ഞു നോക്കും. അവൾ പോകുന്നത് കണ്ട് അവളുടെ ബാക്കെ പുറത്തിറങ്ങുന്നത് മാക്സ് ആയിരുന്നു. അവൻ അമ്മയോട് പറയും തനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. എവലിൻ കുഞ്ഞിനെ സമാധാനപ്പെടുത്തും. മോൻ കുഞ്ഞിൻ്റെ അടുത്തിരുന്നോളൂ, അമ്മ ഓക്സിജനും എടുത്ത് ഉടനെ എത്താം. അവൻ കരഞ്ഞുകൊണ്ട് ഒരു നിവൃത്തിയുമില്ലാതെ സമ്മതിക്കും. എമിറ്റും റീഗനും നേരെ എത്തിയത് ഒരു പാലത്തിന്റെ അവിടെയായിരുന്നു. അവിടെ ഒരുപാട് കാറുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. അവിടെ എങ്ങും ആരുമില്ലായിരുന്നു. എല്ലാം തകർന്ന നിലയിലായിരുന്നു. ഇതേ സമയം എവലിൻ ആ പാലത്തിന്റെ അവിടെ എത്തി.
തന്റെ മകനെ നഷ്ടപ്പെട്ട ആ സ്ഥലത്ത്. അതെല്ലാം എടുത്തു നോക്കി കരയും. അത് കഴിഞ്ഞ് അവൾ മുന്നോട്ട് നടക്കും. ഇതേ സമയം മാക്സിന്റെ കയ്യിലിരുന്ന് കുഞ്ഞു കരയാൻ തുടങ്ങും. അവൻ പേടിച്ചു പതുക്കെ ആ കുഞ്ഞിനെ ആ ബോക്സിലാക്കും. പക്ഷെ ഓക്സിജന്റെ അളവ് കുറയുന്നുണ്ടായിരുന്നു. ഇതേ സമയം എമിറ്റും റീഗനും ആ റേഡിയോ സിഗ്നൽ കിട്ടിയ സ്ഥലവും ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു. മാക്സ് ആ കുഞ്ഞിനെ പെട്ടിയിൽ കിടത്തിയിട്ട് അവൻ പതുക്കെ മുകളിൽ വന്ന ബങ്കർ തുറന്ന് പുറത്തിറങ്ങി. ഇതേ സമയം എവലിൻ സൗണ്ട് ഉണ്ടാക്കാതെ ആ ഷോപ്പിനകത്ത് കയറി. എമിറ്റും റീഗനും കുറെ ബോട്ടുകൾ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തെത്തി. അവർ അവിടെ ചുറ്റും നോക്കി. അവിടെ എങ്ങും ആരെയും കണ്ടില്ല. ആ സമയം മാക്സ് മോളിൽ കയറി അവിടെ എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. എമിറ്റും റീഗനും കൂടെ പതുക്കെ നടന്ന് ആ ബോട്ട് കെട്ടിയിരിക്കുന്ന സ്ഥലത്തെത്തും. എമിറ്റ് പതുക്കെ ആ ബോട്ടിന്റെ കയർ അഴിക്കാൻ നോക്കുമ്പോൾ പുറകിൽ കൂടി ആരോ പോകുന്നത് അയാൾ കാണും. അയാൾ പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. എമിറ്റ് തോക്കുമെടുത്ത് റീഗനെ വിളിച്ച് അവിടെ നിന്ന് അവർ മുന്നോട്ട് നടക്കും. അവിടെ എങ്ങാനും ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു അയാൾ നോക്കുന്നത്. ആ സമയം എവലിന് ആ ഷോപ്പിൽ നിന്ന് 2 ഓക്സിജൻ കിട്ടും. ആ സമയം നടന്ന് മാക്സ് ആ എമിറ്റിന്റെ റൂമിലെത്തി. അയാളുടെ ബെഡിൽ കുറെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. അയാളുടെ മോന്റെയും മോളുടെയും ഒക്കെ. എമിറ്റും റീഗനും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എമിറ്റ് പതുക്കെ അവിടെ ഇരുന്ന് ആ കുഞ്ഞിനോട് സംസാരിക്കാനായി ശ്രമിക്കും. അതേസമയം ആ കുഞ്ഞ് അയാളുടെ കഴുത്തിൽ ഒരു കയറിട്ട് മുറുക്കും. അയാൾ പേടിച്ചു പോകും. ഈ സമയം മാക്സ് എമിറ്റിന്റെ റൂമിൽ ഒരു കർട്ടൻ കിടക്കുന്നത് കാണും. അവൻ പതുക്കെ അത് നീക്കി നോക്കും. ആ ബെഡിൽ അസ്ഥികൂടമായിരുന്നു കിടന്നത്. അത് കണ്ടവൻ പേടിച്ചു മറിഞ്ഞു വീഴും. അവിടെ ഉണ്ടായിരുന്നതെല്ലാം താഴെ വീണ് സൗണ്ട് കേൾക്കും. എമിറ്റിന്റെ കഴുത്തിൽ ആ പെൺകൊച്ച് കയറിട്ട് കെട്ടിമുറുക്കിയതിനു ശേഷം ആ ബോട്ടിന് ചുറ്റും ആളുകൾ വരും. എല്ലാം കള്ളന്മാരായിരുന്നു. കള്ളന്മാർ വന്ന് റീഗനെ പിടിച്ചു വെക്കും. മാക്സ് അവിടെ നിന്ന് ഓടി വന്ന് ആ വലിയ ബങ്കറിനകത്ത് കയറി ആ ഡോർ അടയ്ക്കും. ആ സമയം ജീവിയുടെ വിളിയും അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ആ കുഞ്ഞിന്റെ ബോക്സും എടുത്ത് നേരെ ആ കുഞ്ഞു ബങ്കറിനകത്ത് കയറും. അവിടെ ഉണ്ടായിരുന്ന റേഡിയോയും എടുത്ത് ആ ബങ്കറിനകത്ത് വെക്കും. ആ സമയം ആ കുഞ്ഞു ബങ്കറിനകത്തുണ്ടായിരുന്ന ഓക്സിജന്റെ ലെവൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്സിജന്റെ ലെവൽ കുറഞ്ഞത് കാരണം മാക്സിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി. അവൻ അകത്ത് കയറി ആ ബങ്കർ അടച്ച സമയത്ത് ആ ബങ്കറിന്റെ ലോക്കിൽ തുണി ഇടാൻ വിട്ടുപോയി. അത് കാരണം ആ ബങ്കർ ലോക്കായി. അവന് പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥയായി. ഇതേ സമയം എവലിൻ പുറത്തെത്തിയിരുന്നു. അവൾ നോക്കുമ്പോൾ അതിനകത്തു നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൾ ആ ബിൽഡിങ്ങിനകത്തേക്ക് ഓടി. ബോക്സിലുണ്ടായിരുന്ന കുഞ്ഞിനും ഓക്സിജൻ കിട്ടാതെ ആ കുഞ്ഞും കരയാൻ തുടങ്ങി. എവലിൻ അവിടെ ഉണ്ടായിരുന്ന ഓയിൽ എല്ലാം പൊട്ടിച്ചിടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എവലിൻ മുകളിലോട്ട് നോക്കി വെടിവെക്കും. ആ ജീവി പുറത്തു ചാടും. എമിറ്റിന്റെയും റീഗനെയും പിടിച്ചു വെച്ചിരിക്കുന്ന കള്ളന്മാർ റീഗന്റെ ചെവിയിൽ നിന്നും ആ ഇയർഫോൺ മാറ്റും. എന്നിട്ട് അവളെ ഉപദ്രവിക്കാനായി അവന്മാർ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കും. ഇത് കാണുന്ന എമിറ്റിന് ആകെ വിഷമമാവും. അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എമിറ്റ് റീഗനോട് വെള്ളത്തിൽ ചാടാനായി കൈകൊണ്ട് കാണിക്കും. വെടിവെച്ച് കേട്ട് ആ ജീവി നേരെ മുകളിലെത്തി എവലിന്റെ ഫ്രണ്ടിൽ വരും. എവലിൻ ആ ജീവിയെ വെടിവെക്കും. ആ ജീവി അവിടെ നിന്ന് കത്തും. അതേസമയം കള്ളന്മാർ പിടിച്ചുകൊണ്ടു പോകുന്ന റീഗൻ വെള്ളത്തിൽ ചാടും. ആ സമയം എമിറ്റ് ബേക്കേ വന്ന് ആ കള്ളന്മാരുമായി അടികൂടും. ആ സമയം ആ കള്ളന്റെ കയ്യിലിരിക്കുന്ന വിളക്ക് താഴെ വീണ് അവിടെ ഫുള്ളും തീ പിടിക്കും. എമിറ്റ് അവിടെ ഉണ്ടായിരുന്ന കള്ളന്മാരെ എല്ലാം അടിക്കും. അതേസമയം ആ തീ അണയുമ്പോൾ ആ ജീവി എവലിന്റെ അടുത്തേക്ക് വരും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൈപ്പ് പൊട്ടി അവളുടെ തലയിൽ വെള്ളം വീഴും. ആ സൗണ്ട് കേൾക്കുന്ന ജീവി അവിടെ നിന്ന് നേരെ ആ വലിയ ബങ്കറിന്റെ അടുത്തേക്ക് ചെല്ലും. ആ വലിയ ബങ്കറിനകത്തുള്ളൊരു ചെറിയ ബങ്കറിലായിരുന്നു മാക്സും ആ കുഞ്ഞും ഉണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ശ്വാസം കിട്ടാതെ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ആ ഓക്സിജൻ ഇല്ലാത്ത മാസ്ക് എടുത്ത് ആ കുഞ്ഞിനും വയ്ക്കും, മാക്സും വയ്ക്കും. പക്ഷെ അതിൽ ഓക്സിജൻ ഇല്ലായിരുന്നു. ഇതേസമയം എമറ്റ് ഒരു കള്ളനെ പിടിക്കും. അവന്റെ കാലിൽ കത്തി കൊണ്ട് കുത്തും. അവൻ വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ ആ ജീവി അവിടെ വന്ന് അവനെ കടിക്കും. ഇതേസമയം എമറ്റ് ആ വെള്ളത്തിൽ വീഴും. എമറ്റിന്റെ കഴുത്തിൽ കയറ് മുറുക്കിയിട്ടുണ്ടായിരുന്നു. അയാൾ ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു. ആ ജീവി ആ കള്ളനെ പിടിക്കുമ്പോൾ കള്ളന്റെ കയ്യിൽ നിന്ന് കയറ് വിട്ടുപോകും. ആ സമയം എമറ്റിന് രക്ഷപ്പെടാൻ പറ്റും. എവലിൻ ആ സമയം ആ വലിയ ജീവിയുടെ കണ്ണിൽ പെടാതെ പതുക്കെ ആ വലിയ ബങ്കറിൽ ഇറങ്ങും. എവലിൻ ആ ചെറിയ ബങ്കർ തുറന്നു നോക്കുമ്പോൾ ആ 2 കുഞ്ഞുങ്ങളും ശ്വാസം കിട്ടാതെ തളർന്നു കിടപ്പുണ്ടായിരുന്നു. എവലിൻ ചെറിയ ബങ്കറിനകത്ത് കയറുന്നതും അവരുടെ അടുത്തേക്ക് ആ ജീവികൾ എത്തിയിട്ടുണ്ടായിരുന്നു. എവലിൻ ആ സമയം ആ ഡോർ വലിച്ചടച്ച് ലോക്ക് ചെയ്യും. ഇതേസമയം എമിറ്റ് വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവന്റെ മുന്നിലെ ബോട്ടിൽ ഒരു ജീവി വരും. അതേസമയം റീഗൻ ഒരു ബോട്ടിൽ വന്ന് അയാളെ അതിനകത്ത് വലിച്ചു കയറ്റും. എമിറ്റ് തന്റെ വായ്ക്കകത്ത് നിന്നും റീഗന്റെ ഇയർബഡ് എടുത്തു കൊടുക്കും. എമിറ്റ് കള്ളന്മാരിൽ നിന്നും അത് തന്റെ വായ്ക്കകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് നേരെ പോകുന്നത് ആ റേഡിയോ സിഗ്നൽ കിട്ടിയ സ്ഥലത്തേക്കായിരിക്കും. അവർ അവിടെ നിന്ന് പതുക്കെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു കൂട്ടം ആൾക്കാരിരുന്ന് സംസാരിക്കുന്നതാണ്. അവിടെ ജീവിക്കുന്നവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു. ഇതെല്ലാം കാണുന്ന എമിറ്റും റീഗനും അത്ഭുതത്തോടെ നോക്കി നിന്നു. അവിടെയുള്ളവർ എമറ്റിനും റീഗനും ഭക്ഷണവും വസ്ത്രവും എല്ലാം കൊടുക്കും. അത് കഴിഞ്ഞ് അവിടെയുള്ള ഒരാൾ ചോദിക്കും, എങ്ങനെയാ നിങ്ങൾ ഇവിടെ എത്തിയത്? എമിറ്റ് പറയും, ഇവിടെ നിന്ന് വന്ന റേഡിയോ സിഗ്നൽ അത് കേട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത്. എമിറ്റ് അയാളോട് ചോദിക്കും, ഇവിടെയുള്ള റേഡിയോ സ്റ്റേഷൻ വഴി ഹൈലി ഫ്രീക്വൻസി സൗണ്ട് എല്ലായിടവും എത്തിക്കാനുള്ള പെർമിഷൻ കൊടുക്കുമോ എന്ന് എമിറ്റ് അയാളോട് ചോദിക്കും. അയാൾ അതിന് സമ്മതിക്കും. എമിറ്റ് റീഗനോട് വന്ന് പറയും അയാൾ സമ്മതിച്ച കാര്യം. റീഗൻ എമിറ്റിനോട് താങ്ക്സ് പറയും. പിറ്റേന്ന് രാവിലെ എണീറ്റ് എമിറ്റ് പുറത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അയാൾ പതുക്കെ സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് നടന്നു നീങ്ങും. അയാൾ നോക്കുമ്പോൾ ഒരു ബോട്ട് വന്ന് കരയ്ക്കടിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ബോട്ടിനകത്ത് ആരുമില്ല. അയാൾക്ക് മനസ്സിലായി ആ ജീവിയാണത്. അയാൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടും. അയാൾ ഓടി ആ ആൾക്കാർ നിൽക്കുന്നിടത്ത് വന്ന് പറയും,
വീട്ടിനകത്ത് കയറാനായി അയാൾ എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് കേൾക്കുന്ന ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് എന്താ എമറ്റ് പറയുന്നതെന്ന് കൂടി മനസ്സിലായില്ല. അപ്പോഴേക്കും ആ ജീവി വന്ന് ഓരോരുത്തരെ ആക്രമിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചോടാൻ തുടങ്ങി. ഇതെല്ലാം അകത്തുനിന്ന് റീഗൻ കാണുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ 2 കുട്ടികളെ എടുത്ത് കബോർഡിനുള്ളിലാക്കി അടച്ചു വെക്കും. അത് കഴിഞ്ഞ് അയാൾ പുറത്തു വന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് ഹോൺ അടിക്കും. ആ സമയം എമിറ്റും റീഗനും വന്ന് ഓടി ആ കാറിൽ കയറും. അയാൾ ഹോൺ അടിച്ചുകൊണ്ട് കാർ ഓട്ടിക്കും. ആ സമയം ആ ജീവി നേരെ ആ കാറിന്റെ മുകളിൽ വന്ന് ആക്രമിക്കാൻ തുടങ്ങും. അയാൾ കാർ വെട്ടിക്കുന്ന സമയം ആ ജീവി താഴെ വീഴും. അയാൾ നേരെ കാർ റേഡിയോ സ്റ്റേഷനകത്ത് കയറ്റും. അവർ 3 പേരും ആ റേഡിയോ സ്റ്റേഷനകത്ത് കയറും. അതിനുശേഷം അയാൾ എമറ്റിന് റേഡിയോ സ്റ്റേഷനകത്ത് കയറാനുള്ള കീ കൊടുക്കും. അപ്പോഴേക്കും ആ ജീവി വന്ന് അയാളെ വലിച്ചെടുത്ത് കൊണ്ടുപോകും. എമറ്റ് അയാളെ രക്ഷപ്പെടുത്താനായി കൈ നീട്ടും. പക്ഷെ പറ്റുകയില്ല. ഡോർ തുറന്ന് എമറ്റും റീഗനും അകത്ത് കയറി ഡോർ അടയ്ക്കുന്നു. അവർ 2 പേരും അവിടെ ചുറ്റും നോക്കും. അതേസമയം ആ ജീവി വാതിലും പൊളിച്ച് അകത്ത് കയറും. എമറ്റും റീഗനും ആ ജീവിയുടെ കണ്ണിൽ പെടാതെ ഒളിച്ചിരിക്കും. അവർ ഇരിക്കുന്ന ആ സൈഡിൽ കൂടി ജീവി പോകുന്നുണ്ടായിരുന്നു. അവർ 2 പേരും പേടിച്ചു മിണ്ടാതിരിക്കും. റീഗൻ ആ സമയം ഓൺ എയർ എന്നുള്ളൊരു ബോർഡ് കാണും. റീഗൻ അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ എമിറ്റ് തടുക്കും. എമിറ്റ് റീഗനോട് അവിടെ നിൽക്കാൻ പറയും. അയാൾ കുറച്ച് മുന്നോട്ട് നടന്നു നോക്കുമ്പോൾ ആ ജീവി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതേസമയം എവലിൻ ആ ബങ്കർ പതുക്കെ തുറക്കും. എവലിൻ അവിടെ ചുറ്റും നോക്കും. അവിടെ എങ്ങും ഒന്നുമില്ലായിരുന്നു. ഇതേസമയം എമിറ്റിന്റെ സഹായത്തോടുകൂടി റീഗൻ ആ റൂമിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. റീഗൻ സൗണ്ട് ഉണ്ടാക്കാതെ ആ റൂമിനകത്ത് കയറി. റീഗൻ കാൽ വെക്കുന്നത് ടേബിളിലായിരുന്നു. ടേബിളിൽ സൗണ്ട് കേൾക്കും. അത് കേൾക്കുന്ന ജീവി അങ്ങോട്ടേക്ക് തിരിയും. ആ സമയം കൊണ്ട് റീഗൻ ആ റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു. റീഗൻ ഇനി ഒരു കുഞ്ഞു ഡോറും കൂടെ ഓപ്പൺ ചെയ്താൽ മാത്രമേ അതിനകത്ത് കയറാൻ പറ്റുകയുള്ളൂ. ഇതേസമയം എവലിൻ ആ ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങും. അവൾ നേരത്തെ കൊണ്ടുവന്നപ്പോൾ അവിടെ വീണ ആ മെഡിസിൻ എല്ലാം അവൾ പെറുക്കിയെടുക്കും. അവൾ അത് എടുത്തിട്ട് നിൽക്കുമ്പോൾ ആ ജീവി അവളുടെ തൊട്ടു പിറകിൽ വരും. ആ ജീവിയുടെ സൗണ്ട് കേൾക്കുന്ന എവലിൻ പേടിച്ചു നിൽക്കും. ഇതേസമയം റീഗൻ ആ കുഞ്ഞു ഡോർ തുറക്കും. വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ട് ആ ജീവി അങ്ങോട്ടേക്ക് തിരിയും. ഇത് കാണുന്ന എമിറ്റ് അവളെ രക്ഷിക്കാനായി ആ ജീവിയുടെ ഫ്രണ്ടിൽ എടുത്തു ചാടും. റീഗന് ചെവി കേട്ടുകൂടാത്തതിനാൽ ഈ സൗണ്ട് ഒന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. എമിറ്റ് നിലത്ത് കിടന്ന് നീങ്ങി വന്ന് റീഗൻ ഉണ്ടായിരുന്ന റൂമിന്റെ ഡോർ അടയ്ക്കും. ആ സമയമാണ് റീഗൻ അയാളെയും തൊട്ടു ബേക്കിൽ ആ ജീവിയെയും കാണുന്നത്. ഇതേസമയം ആ ജീവിയെ കാണുന്ന എവലിൻ നേരെ ഓടി ആ ബങ്കറിനകത്ത് കയറും. അവൾ ഡോർ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആ ജീവി ആ ഡോർ തല്ലി തകർക്കും. ആ ജീവി തന്റെ കൈകൾ അതിനകത്തിട്ട് അവരെ ഉപദ്രവിക്കുകയായിരുന്നു. എമിറ്റിന്റെ അടുത്ത് ആ ജീവി വരുന്നത് റീഗൻ കാണുന്നുണ്ടായിരുന്നു. റീഗൻ തന്റെ ചെവിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഇയർബഡ് ഓൺ ആക്കും. ഇയർബഡിൽ നിന്ന് വരുന്ന സൗണ്ട് കേട്ട് ആ ജീവിക്ക് എമിറ്റിനെ ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടെ നിൽക്കും. ആ ജീവി ബങ്കറിനകത്ത് തലയിട്ട് എവലിനെയും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. റീഗൻ ഇയർബഡ്സും ഓണാക്കി ഡോർ തുറന്ന് ആ ജീവിയുടെ മുന്നിലേക്ക് പതുക്കെ നടന്നു വരും. അതിനുശേഷം റീഗൻ അവിടെ എയർ ഓൺ എന്ന് എഴുതിയിരുന്ന ആ ബട്ടൺസിൽ ഓൺ ആക്കും. ആ സമയം പാട്ട് കേൾക്കാൻ തുടങ്ങും. പാട്ട് കേൾക്കുന്ന സമയം ജീവി റീഗന്റെ അടുത്തേക്ക് വരും. ജീവി അടുത്തെത്തിയപ്പോഴേക്കും അവൾ ആ ഇയർബഡ് നേരെ മൈക്കുമായി കണക്ട് ചെയ്യും. ആ സമയം ആ സൗണ്ട് സ്പീക്കറിലൂടെ എല്ലാ റേഡിയോകളിലും വരാൻ തുടങ്ങി. ഈ സൗണ്ട് ജീവികൾക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നതല്ലായിരുന്നു. ഈ സൗണ്ട് മാക്സ് വെച്ചിരുന്ന ഹെഡ്ഫോണിലും കേൾക്കാൻ തുടങ്ങി. അവൻ ഹെഡ്ഫോൺ ഊരി മാറ്റും. എവലിനും മാക്സിനും മനസ്സിലായി റീഗൻ അവിടെ എത്തിയിട്ടുണ്ട്. അവളുടെ ഇയർഫോണിലെ സൗണ്ടാണിത്. മാക്സ് ആ റേഡിയോയിലെ സൗണ്ട് കൂട്ടി ആ ജീവിയുടെ മുന്നിലേക്ക് കാണിക്കും. ആ ജീവി ബങ്കറിനകത്ത് നിന്ന് തല മാറ്റും. അതേസമയം മാക്സ് ആ റേഡിയോയും കൊണ്ട് പുറത്തിറങ്ങും. മാക്സ് റേഡിയോയും കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ആ ജീവി വിളിച്ചുകൊണ്ട് ബാക്കിലേക്ക് നടക്കാൻ തുടങ്ങി. റീഗൻ ഈ സമയം ആ ജീവിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ആ ജീവി സൗണ്ട് കേട്ട് അനങ്ങാൻ പോലും പറ്റാണ്ട് നിൽക്കുകയായിരുന്നു. റീഗൻ പതുക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പുവടി എടുക്കും. അതേസമയം മാക്സ് അവിടെ ഉണ്ടായിരുന്ന തോക്കും എടുത്ത് ആ ജീവിയുടെ അടുത്തേക്ക് പോകും. എമിറ്റ് അവിടെ ഒരു സൈഡിൽ തളർന്നിരിപ്പുണ്ടായിരുന്നു. റീഗൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് വടി ഉപയോഗിച്ച് ആ ജീവിയുടെ തലക്കടിക്കും. ആ ജീവി അവിടെ ചത്തു വീഴും. അതേസമയം മാക്സും ആ ജീവിയെ വെടിവെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. കാണുന്ന എവലിനും സമാധാനമാവും. റീഗൻ ആ ജീവിയുടെ പുറത്തു നിന്ന് ആ കമ്പി വലിച്ചൂരും. മൈക്കിൽ ഊരിയിട്ടേക്കുന്ന റീഗന്റെ ഇയർബഡ്സും കാണിച്ചിട്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.